أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമളാനിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദീനിയായ അതോടൊപ്പം സാമൂഹികമായ ചില മൂല്യങ്ങൾ വിശ്വാസിയിൽ നവീകരിക്കാൻ വേണ്ടിയുള്ളതാണ് റമദാൻ എന്ന് പറയുന്നത്. ആ മൂല്യങ്ങളിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിന് അതിജീവനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ആ മൂല്യങ്ങളെ സംബന്ധിച്ച് പറയാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. റമളാനിക മൂല്യങ്ങൾ എന്തെല്ലാമാണ്? അല്ലാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൗം എന്നാണ് നോമ്പിന് സൗം, സിയാം എന്നെല്ലാമാണ് ഖുർആനിലും സുന്നത്തിലും പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഷാർത്ഥം പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക എന്നാണ്. ശർഈയായി നിർവചിക്കുമ്പോൾ സൗം എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങളും ഭാര്യാഭർത്തൃ സംസർഗവും ഉപേക്ഷിക്കലാണ്. അതാണ് ശർഈയായ വിവക്ഷയിൽ സൗം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ഈ റമളാനിലൂടെ നേടുന്നത്? നമ്മൾ പട്ടിണി കിടന്നത് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഭാര്യാഭർത്തൃ സംസർഗത്തിൽ നിന്ന് അകന്നു നിന്നതുകൊണ്ട് പടച്ചതമ്പുരാനെ പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാനുണ്ടോ? ഒന്നും നേടാനില്ല. നേടാനുള്ളത് നമുക്കാണ്. നോമ്പനുഷ്ഠിക്കുന്ന വിശ്വാസികളായ നമുക്കാണ് നേടാനുള്ളത്. എന്താണ് നേടേണ്ടത്? പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയാണ് നേടേണ്ടത്. പട്ടിണി കിടന്നും ലൈംഗിക മോഹങ്ങൾ അതിജീവിച്ചും നിയന്ത്രിച്ചും മനസ്സിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയാണ് റമളാനിലൂടെ വിശ്വാസി ഒന്നാമതായി നേടുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള ശേഷി നേടുക. അത് നേടിയവർക്കാണ് സ്വർഗമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. അതാണ് പ്രാരംഭത്തിൽ ഞാൻ ഓതിവെച്ച ഖുർആനിക വചനം. അല്ലാഹു പറയാൻ وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ, ആരെങ്കിലും രക്ഷിതാവിൻ്റെ മഖാമിനെ, പദവിയെ ഭയപ്പെടുന്നവർ ഉണ്ടോ? അതോടൊപ്പം തന്നെ വനഹ النَّفْسَ عَنِ الْهَوَى, ഇച്ഛയിൽ നിന്നും അകന്നു നിൽക്കുന്നവരുമുണ്ടോ? ഇച്ഛയിൽ നിന്നും ദേഹേച്ഛയിൽ നിന്നും അകന്നു നിൽക്കുകയും രക്ഷിതാവിൻ്റെ മഖാമിനെ, പദവിയെ ഭയപ്പെടുകയും ചെയ്യുന്ന ആരൊരുത്തനും ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവൻ്റെ അഭയകേന്ദ്രമാണ്. സ്വർഗം ആരുടെ അഭയകേന്ദ്രമാണെന്ന ഖുർആൻ പറഞ്ഞത്? ദേഹേച്ഛയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുടെ. രക്ഷിതാവിൻ്റെ മഖാമിനെ, അള്ളാഹുവിൻ്റെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട്, പദവിയെ ഭയപ്പെട്ടുകൊണ്ട് ദേഹേച്ഛയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യൻ, നിശ്ചയം അയാൾക്കുള്ളതാണ് സ്വർഗമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും ശഹവാത്തുൽ ഖയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും. ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഷഹവാത്തുൽ ഖയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിലും നിങ്ങളുടെ വയറുകളിലും വഴിപിഴച്ച വികാരങ്ങൾ രൂപപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾക്ക് നിഷിദ്ധമല്ലാത്തത് കഴിക്കാനുള്ള, നിഷിദ്ധം ആയത് കഴിക്കാനുള്ള, ഹറാമായത് കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാവുക. അതാണ് വയറിൽ വികാരം രൂപപ്പെടുക, അതല്ലെങ്കിൽ
വയറിൽ വഴിപിഴച്ച വികാരം രൂപപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫുറൂജിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിലും നിങ്ങളുടെ വികാരേച്ഛയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഹലാലല്ലാത്ത മാർഗങ്ങൾ അവലംബിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിശ്ചയം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് വഴിപിഴച്ച വികാരങ്ങളെയാണ്. നിങ്ങളുടെ വയറുകളിലും നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിലും രൂപപ്പെടുന്ന വഴിപിഴച്ച വികാരങ്ങളെയാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത്. അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രേരണയാണ്. പ്രലോഭനങ്ങൾ അങ്ങേയറ്റം അപകടകരമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വലാ തത്തബിൽ ഹവാ ഫയുളില്ലക അൻ സബീലില്ലാഹ്. നിങ്ങൾ പ്രലോഭനങ്ങളെ പിന്തുടരരുത്, പ്രലോഭനങ്ങളെ നിങ്ങൾ പിൻപറ്റിപ്പോവരുത്. അങ്ങനെ പ്രലോഭനങ്ങളെ നിങ്ങൾ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ പിഴച്ചു പോകുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. നിശ്ചയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന ആളുകൾക്ക് വിചാരണ മറന്നുപോയവർ എന്ന നിലയ്ക്ക് കഠിനമായ ശിക്ഷയാണ് വരാൻ പോകുന്നത് അള്ളാഹു പറയാൻ. പ്രലോഭനങ്ങളിൽ പെടാതെ മുന്നോട്ട് പോവുക, പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതിനാണ് റമളാൻ സഹോദരങ്ങളെ. റമളാൻ മുഴുവൻ നോമ്പെടുത്തു, തറാവീഹ് നമസ്കാരം അടക്കമുള്ള ആരാധനകൾ നിർവഹിച്ചു, ദീർഘമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. പക്ഷേ മനസ്സിൻ്റെ തെറ്റായ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും അതിജയിക്കാനും ഒരാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ റമളാന്റെ ചൈതന്യത്തെ അയാൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയും എന്നുള്ളതാണ്. റമളാന്റെ മുമ്പ് എപ്രകാരമാണോ ഉണ്ടായിരുന്നത് അതുപോലെ മദ്യപിച്ചും പലിശ വ്യാപാരം നടത്തിയുമാണ്, അതല്ലെങ്കിൽ പലിശയിൽ അധിഷ്ഠിതമായ ഇടപാടുകളുമായി ഇടപെട്ടാണ് റമളാന് ശേഷവും അയാൾ ജീവിക്കുന്നത് എങ്കിൽ അയാളെ പ്രലോഭനങ്ങളെ അതിജീവിച്ച മനുഷ്യൻ എന്ന് പറയുക സാധ്യമല്ല. റമളാനിലൂടെ സാധ്യമാവേണ്ടത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും ഇച്ഛാശക്തിയുമാണ്. കാരണം സഹോദരങ്ങളെ, മനസ്സിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, ഇന്ന ജമീഅൽ മആസി തൻശഉ മിൻ തഖദീമി ഹവൻ നുഫൂസി അലാ മഹബ്ബത്തില്ലാഹി വറസൂലിഹി. നിശ്ചയം എല്ലാ തെറ്റുകളും രൂപപ്പെടുന്നത് എങ്ങനെയാ? ആളുകൾ എല്ലാ തെറ്റുകളും ചെയ്യുന്നത് ദേഹേച്ഛക്ക് അള്ളാഹുവിനും റസൂലിനും, ആ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ ദേഹേച്ഛക്ക് മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണ് എല്ലാ തെറ്റുകളും ഉണ്ടാവുന്നതെന്ന് ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടുമുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ, അടിയുറച്ചു പോയാൽ അയാളെ തിന്മയിലേക്ക് നയിക്കാൻ ഒരു ദേഹേച്ഛക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. പരമമായ സ്നേഹം അള്ളാഹുവിനോടും തുടർന്നുള്ള സ്നേഹം പ്രവാചകനോടുമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ ഒരു ദേഹേച്ഛക്കും കഴിയില്ല എന്നുള്ളതാണ്. മർസദ് ഇബ്നു അബീ മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ആ സ്വഹാബിയുടെ എന്ന് മാത്രമല്ല ധാരാളം സ്വഹാബിമാരുടെ ചരിത്രം അതാണ് നമ്മോട് പറയുന്നത്. മർസദ് ഇബ്നു അബീ മർസദ് ഇസ്ലാം സ്വീകരിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഘട്ടത്തിൽ അനിസ്ലാമിക ജീവിതത്തിലെ തൻ്റെ കാമുകിയായിരുന്ന ഇനാഖിനെ കണ്ടുമുട്ടുകയാണ്. ധാരാളം കാലം ഇനാഖിൻ്റെ കൂടെ വഴിതെറ്റിയ ജീവിതം മർസദ് ഇബ്നു അബീ മർസദ് നയിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മദീനയിലേക്ക് മർസദ് ഇബ്നു അബീ മർസദ് ഹിജ്റ ചെയ്യുന്ന ഘട്ടത്തിൽ ഇനാഖിനെ കണ്ടുമുട്ടുകയാണ്. രാത്രിയുടെ കൂരിരുട്ടിലും മർസദിനെ തിരിച്ചറിഞ്ഞ ഇനാഖ് മർസദിനെ വ്യഭിചാരത്തിലേക്ക്, തിന്മയിലേക്ക് ക്ഷണിച്ചു എന്ന മർസദിനോട് പറഞ്ഞു, മർഹബൻ അഹ്ലൻ വസഹല തആല മർസദ് ഫബിത് ഇൻദനാ ഹാദിഹിൽ ലൈല. ഇനാഖ് പറയാണ്, സ്വാഗതം മർസദേ, ഇന്നത്തെ രാത്രി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, താമസിക്കാം. ഇനാഖ്, എന്തിലേക്കാണ് നീ എന്നെ ക്ഷണിക്കുന്നത്? ഞാനൊരു മുസ്ലിമാണ്. ഇന്നല്ലാഹ ഹറമ സിനാ, നിശ്ചയം അല്ലാഹു തആല വ്യഭിചാരം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഞാനൊരു മുസ്ലിമാണ്. ആ തിന്മയിലേക്കാണോ, വ്യഭിചാരമാവുന്ന തിന്മയിലേക്കാണോ ഇസ്ലാം സ്വീകരിച്ച എന്നെ നീ ക്ഷണിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, നിശ്ചയം അല്ലാഹു വ്യഭിചാരത്തെ അങ്ങേയറ്റം വിലക്കിയിരിക്കുകയാണ്. മർസദിനെ ഒരുപാട് ക്ഷണിച്ചു, കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ മോഹഭംഗം സംഭവിച്ച ഇനാഖ് മർസദിനെ പറ്റി അപവാദം പ്രചരിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഖുറൈശികൾ മർസദിനെ വല്ലാണ്ട് ശിക്ഷിച്ചു, അടിയേൽപ്പിച്ചു, ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു മർസദിനെ. സഹോദരങ്ങളെ, പക്ഷേ
പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. പ്രകോപനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. ഒരു ശിക്ഷയും ഒരു ചാട്ടവാറും ഒരു അടിയും വിശ്വാസം സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുൻഗാമികളുടെ മാതൃകയിൽ പ്രലോഭനങ്ങളോട് നിരന്തരമായി പോരാടാനുള്ള മനസ്സാണ് റമളാനുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സ്വഹാബിമാരോട് പറയുന്നുണ്ട്, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ചെറിയ ജിഹാദിൽ നിന്നും, ചെറിയ പോരാട്ടത്തിൽ നിന്നും വലിയ പോരാട്ടത്തിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ഒരു ജിഹാദ് കഴിഞ്ഞു പോവുകയാണ്, ഒരു പോരാട്ടം, ഇസ്ലാമികമായ ഒരു യുദ്ധം കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ ചെറിയൊരു യുദ്ധത്തിൽ നിന്ന് വലിയൊരു യുദ്ധത്തിലേക്കാണ് മടങ്ങുന്നത്. സഹാബിമാർ ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, പ്രവാചകരെ, ഏതാണ് ആ വലിയ യുദ്ധം? വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ജിഹാദുൻ നഫ്സി വൽ ഹവാ, ഇച്ഛയോടുള്ള പോരാട്ടമാണ്. ഇച്ഛയോടുള്ള പ്രലോഭനങ്ങളോടുള്ള പോരാട്ടമാണ് ആ വലിയ പോരാട്ടം എന്ന് പറയുന്ന സഹോദരങ്ങളെ. നമ്മുടെ ആർത്തിയെ, നമ്മുടെ ദുർമോഹങ്ങളെ, നമ്മുടെ ദുരാഗ്രഹങ്ങളെ, ഇതെല്ലാം ഇച്ഛയുടെ ഭാഗമാണ്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ റമളാനിലൂടെ നമുക്ക് സാധ്യമാവണം. അതിനുള്ള പരിശീലനം കൂടിയാണ് നോമ്പ്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ദേഹേച്ഛയെ നിങ്ങൾ പിൻപറ്റുക എന്നുള്ളതാണ്. വത്തൂലുൽ അമൽ, അതുപോലെ അമിതമായ ദുരാഗ്രഹങ്ങളും ആർത്തികളും. ഇത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ്. ദേഹേച്ഛയെ പിൻപറ്റുന്ന ആ രീതിയുണ്ടല്ലോ, അത് സത്യത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു കളയും. അമ്മാ തൂലുൽ അമൽ ഫയൻസൽ ആഖിറ. ഈ അമിതമായ ദുരാഗ്രഹങ്ങളും ആർത്തികളും നിങ്ങളുടെ പരലോകത്തെ വിസ്മരിപ്പിച്ചു കളയും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഭക്ഷണത്തോടുള്ള ആർത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റെല്ലാ ഭൗതിക വിഭവങ്ങളോടുമുള്ള ആർത്തിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നോമ്പിലൂടെ കാണുന്നത്. സഹോദരങ്ങളെ, ആ ഭൗതികമായ വിഭവങ്ങൾ, അത് സമ്പത്താവട്ടെ, സൗന്ദര്യമാവട്ടെ, അധികാര പദവികളാവട്ടെ, സമ്പത്തൊക്കെ വിശ്വാസിക്ക് ആവശ്യമാണ്. അതിനൊക്കെ അന്വേഷണങ്ങൾ നടത്താം, അതിനുവേണ്ടി പ്രയത്നിക്കാം. പക്ഷേ അതിനോടുള്ള അമിതമായ ആർത്തി, അത്യാർത്തി വിശ്വാസിയെ പിടികൂടാൻ പാടില്ല. അത് സമ്പത്തിനോടും സൗന്ദര്യത്തോടും അധികാര പദവികളോടും ഒന്നുമുള്ള അമിതാർത്തി വിശ്വാസിയെ പിടികൂടാൻ പാടില്ല. ആ അമിതാർത്തിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പരിശീലനമാണ് നോമ്പെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഖനിഅൻ തകുൻ അഗ്നൻ നാസ്. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യനാവണം, എങ്കിൽ നീ തന്നെയാണ് ജനങ്ങളിൽ ഏറ്റവും സമ്പന്നനായ ആൾ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് സാധ്യമായാൽ നീ തന്നെയാണ് ജനങ്ങളിൽ ഏറ്റവും സമ്പന്നനായ ആൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അലി റളിയല്ലാഹു അൻഹു പാടി, ദഇൽ ഹിർസ അല ദുനിയ വഫിൽ ഐശി ഫലാ തത്മഅ. ദുനിയാവിനോടുള്ള അമിതാർത്തി നിങ്ങൾ ഒഴിവാക്കണം, ഉപേക്ഷിക്കണം. ജീവിതത്തിൽ അത്യാർത്തി ഉള്ളവനായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. അതിമോഹമുള്ള ദുരാഗ്രഹമുള്ളയാളായി നിങ്ങൾ മാറാൻ പാടില്ല. ഫഖീറുൻ കുല്ലു മൻ യത്മഅ ഗനിയ്യുൻ കുല്ലു മൻ യഖ്നഅ. അങ്ങേയറ്റം താത്വികവും ദാർശനികവുമായ വരികളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹം പറയാണ്, ഫഖീറുൻ കുല്ലു മൻ യത്മഅ. ആർത്തിയുള്ള എല്ലാ മനുഷ്യനും ദരിദ്രനാണ്. അവൻ്റെ ദാരിദ്ര്യം തീർന്ന കാലമുണ്ടാവില്ല. ആർത്തിയുള്ള മനുഷ്യൻ്റെ ദാരിദ്ര്യം തീർന്ന കാലമുണ്ടാവില്ല. എന്നാൽ ഗനിയ്യുൻ കുല്ലു മൻ യഖ്നഅ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നയാളുണ്ടല്ലോ, അവൻ എത്ര ഇല്ലെങ്കിലും അവൻ ഐശ്വര്യവാനാണ്. അലി റളിയല്ലാഹു അൻഹു പാടുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ ദാർശനികമായ ഒരു വരി പാടി, അൽ അബ്ദു ഹുർറുൻ ഇൻ ഖനഅ വൽ ഹുർറു അബ്ദുൻ ഇൻ തമഅ. അൽ അബ്ദു ഹുർറുൻ ഇൻ ഖനഅ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അടിമയും സ്വതന്ത്രനാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അടിമയും സ്വതന്ത്രനാണ്. വൽ ഹുർറു അബ്ദുൻ ഇൻ തമഅ, അത്യാർത്തി ഉള്ള മനുഷ്യനാണെങ്കിൽ സ്വതന്ത്രനും അടിമയാണ്. അത്യാർത്തിയുള്ള മനുഷ്യനാണെങ്കിൽ സ്വതന്ത്രനും അടിമയാണ്. അടിമ ജീവിതത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടയാൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി എല്ലാവരുടെയും അടിയും കാലം പിടിക്കേണ്ടുന്ന ഒരവസ്ഥാവിശേഷം അയാൾക്ക് സംജാതമാവും. അതാണ് സ്വതന്ത്രനായ അടിമ എന്നതുകൊണ്ട് മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായിട്ടുള്ള സാദുൽ മആദിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇപ്രകാരമാണ്.
യമൻ നിവാസികളായ തജീബ് ഗോത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. തജീബ് ഗോത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. യമനുകാരാണവർ. 13 പുരുഷന്മാരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തജീബ് ഗോത്രത്തിൽ 13 ആണുങ്ങൾ ഉണ്ടായിരുന്നു. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് വിലപ്പെട്ട പല വിജ്ഞാനങ്ങളും പഠിച്ചു. തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അതുപോലെ കനപ്പെട്ട പല പാരിതോഷികങ്ങളും സമ്മാനങ്ങളെല്ലാം നൽകി. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ സമ്മാനങ്ങളൊന്നും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടണം. അവര് പറഞ്ഞു, ഒരാളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്മാനങ്ങളൊന്നും കിട്ടാത്ത ഒരാൾ. യാത്രാ വാഹനങ്ങൾക്ക് കാവലിരിക്കുന്ന ഒരു കുഞ്ഞാണ്, ഒരു കുട്ടിയാണ്, അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അയാളെ ഞങ്ങൾ പറഞ്ഞു വിടാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ, നമുക്ക് അദ്ദേഹത്തിനും കൊടുക്കാം. അവർ തിരിച്ചു ചെന്ന് കുട്ടിയോട് പറഞ്ഞു, ചെറുപ്പക്കാരനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്റെ ആവശ്യങ്ങൾ ബോധിപ്പിച്ചോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുട്ടി ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് എന്തൊക്കെയാണ് നിന്റെ ആവശ്യങ്ങൾ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഇംറുഉം മിൻ ബനി അബദിയ്യൻ, ഞാൻ യമനിലെ തജീബിലെ അബദി ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷേ ഇന്ന ഹാജത്തി ലൈസ കഹാജത്തി അസ്ഹാബി, എൻ്റെ ആവശ്യം എൻ്റെ കൂട്ടുകാരുടെ ആവശ്യം പോലെയല്ല. എൻ്റെ കൂട്ടുകാർക്കുള്ളത് പോലെ ദുരാഗ്രഹങ്ങളും അമിതമായ ആർത്തികളും ആവശ്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് നിങ്ങൾ ആകെ ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? തസ്അലുല്ലാഹ അസ്സ വജല്ല അയ്യഗ്ഫിറ ലി, അല്ലാഹു തആലാനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി നിങ്ങളൊന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അള്ളാഹു എനിക്ക് പുറത്തു തരണം. അള്ളാഹു എന്നോട് കാരുണ്യം കാണിക്കണം. എൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ശേഷി എനിക്ക് നൽകണം. എൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യം നൽകണം. പ്രവാചകരെ നിങ്ങൾ എനിക്ക് സമ്പത്തും അവർക്ക് കൊടുത്ത ഒന്നും എനിക്ക് തരണ്ട. ആകെ നിങ്ങൾ എനിക്ക് തരേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് പുറത്തു തരാനും എന്നോട് കരുണ കാണിക്കാനും എൻ്റെ ഹൃദയത്തിൽ ഹിനയെ ഐശ്വര്യത്തെ നിക്ഷേപിക്കുവാനും. അതല്ലാതെ എൻ്റെ കയ്യിലും എൻ്റെ പോക്കറ്റിലും ഐശ്വര്യം വേണ്ട, അത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ നിക്ഷേപിക്കാനാണ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വജ്അൽ ഗിനാഹു ഫീ ഖൽബിഹി, പടച്ച തമ്പുരാനെ ചെറുപ്പക്കാരനെ നീ പുറത്തു കൊടുക്കണമേ, ഈ ചെറുപ്പക്കാരനോട് നീ കരുണ കാണിക്കണമേ, അയാളുടെ ഹൃദയത്തിൽ ഐശ്വര്യം നിക്ഷേപിക്കണമേ പടച്ച തമ്പുരാനെ. സഹോദരങ്ങളെ, മറ്റൊരു ഘട്ടത്തിൽ അബദി ഗോത്രത്തിലെ ചില പ്രമുഖർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അബദി ഗോത്രത്തിലെ ചില പ്രമുഖർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. ഈ ഘട്ടത്തിൽ റസൂലുള്ളാഹി ആദ്യം അവരോട് ചോദിച്ചത് ആ കുട്ടിയെ സംബന്ധിച്ചാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, മാ റഅയ്നാ മിസ്ലഹു ഖത്തു, അയാളെ പോലത്തെ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അഖ്നഉ മിൻഹു ഫീമാ റസഖഹുല്ലാഹ്, അല്ലാഹു നൽകിയതിൽ ഏറ്റവും തൃപ്തി അടയുന്നയാളാണ് അയാൾ. അല്ലാഹു നൽകിയതിൽ ഏറ്റവും അധികം തൃപ്തി അടയുന്നയാളാണ് അദ്ദേഹം. ലൗ അന്നന്നാസ ഖസമു ദുനിയാ മാ നദറ നഹ്വഹാ വലൽതഫത ഇലൈഹാ, ദുനിയാവ് മുഴുവൻ അയാളുടെ മുമ്പിൽ അയാൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ദുനിയാവ് മൊത്തത്തിൽ അങ്ങ് വീതം വെച്ച് നൽകുകയാണെങ്കിൽ പോലും അയാൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല, അയാൾക്കത് ആവശ്യമില്ല. അങ്ങനെയുള്ള മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനായി ആ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിക്കുകയാണ്. ഈ ഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി ഇന്നി ലഅർജു അയ്യമൂത ജമീഅ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. പടച്ച തമ്പുരാനെ, ഈ ചെറുപ്പക്കാരനെ നീ ഒന്നായി മരിപ്പിക്കണമേ. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരനെ ഒന്നായി മരിപ്പിക്കണമേ. ഇത് കേട്ട ആളുകൾ ചോദിച്ചു, സ്വഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ എല്ലാവരും ഒന്നായി തന്നെയല്ലേ മരിക്കുക? മുഴുവൻ ശരീരവും ഒന്നിച്ചല്ല മരിക്കുക? മരിക്കുമ്പോൾ കയ്യും കാലും കണ്ണും കാതും എല്ലാം ഒരുമിച്ചല്ല മരിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്നവരുണ്ട് ലോകത്ത്. അവരുടെ മോഹങ്ങളും അഭിലാഷങ്ങളും ഭൂമിയിലെ താഴ്വരകളിൽ ശിഥിലമായി കിടക്കും. അങ്ങനെ മരിക്കാതെ എല്ലാ മോഹങ്ങളും, ആകെയുള്ള മോഹം ചെറുപ്പക്കാരൻ്റെ മോഹം ഗിനൻ നഫ്സാണ്. അയാളുടെ മോഹങ്ങളെല്ലാം ഒന്നായി മരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. പല ആളുകളും മരിച്ചു പോകുന്നത് അവരുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ, അവരുടെ പല ആഗ്രഹങ്ങളും പലയിടങ്ങളിലും അവശേഷിപ്പിച്ചുകൊണ്ട് ശിഥിലമായി ചിന്നിച്ചിതറിയാണ്.
എന്നാൽ ഈ ചെറുപ്പക്കാരനെ പടച്ച തമ്പുരാനെ അയാളുടെ അഭിലാഷങ്ങളെ ദുന്നവിയായിട്ട് അയാൾക്ക് എന്തെങ്കിലും അഭിലാഷം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് അയാളെ നീ മരിപ്പിക്കണേ. അങ്ങനെ സഹോദരങ്ങളെ ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം യമൻകാരിൽ വലിയൊരു വിഭാഗം ഇസ്ലാം കൈവെടിഞ്ഞപ്പോൾ അബദി ഗോത്രത്തെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തിയതിൽ ഈ യുവാവിൻ്റെ, ഈ ചെറുപ്പക്കാരൻ്റെ വ്യക്തിത്വം വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്യാർത്തിയില്ലാത്ത ഒരു ജീവിതം നമ്മളെല്ലാവരും ശീലിക്കണം. സമ്പത്ത്, അതുപോലെ തന്നെ ഭൗതികമായ നമ്മുടെ സന്താനങ്ങൾ, ഇവരുടെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സമ്പത്തിന് വേണ്ടി പരിശ്രമിക്കണം. പക്ഷെ അതിനോടുള്ള അമിതമായ ആർത്തിയും അതാവരുതേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യവും. ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് സഹോദരങ്ങളെ റമളാൻ എന്ന് പറയുന്നത്. റമളാന്റെ ഒന്നാമത്തെ ലക്ഷ്യം അത്യാർത്തിയില്ലാതെ, അതല്ലെങ്കിൽ ദുരാഗ്രഹങ്ങൾക്ക് അടിപ്പെടാതെ ജീവിക്കാനുള്ള ശേഷി നേടിയെടുക്കുക എന്നതാണ്. ദേഹേച്ഛയെ നിയന്ത്രിക്കാനുള്ള ശേഷി നേടിയെടുക്കുക എന്നുള്ളതാണ് റമളാന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രതിസന്ധികളിൽ പതറാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്താണ് സഹോദരങ്ങളെ റമളാൻ രണ്ടാമതായിട്ട് വിശ്വാസിക്ക് സമ്മാനിക്കുന്നത്. ഇസ്തിഖാമത്തിന്റെ കരുത്താണ്, അള്ളാന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള കരുത്താണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിശ്വാസി എന്ന നിലയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷേ അവിടെയെല്ലാം സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസിക്ക് കഴിയണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും അങ്ങനെ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പതറാതെ എല്ലാ പരീക്ഷണങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നവർ, അവരുടെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ മാലാകമാർ മരണസമയത്ത് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ വരുന്നത്. മലക്കുകൾ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഞങ്ങളായിരുന്നു ഭൗതിക ലോകത്ത്, ദുനിയാവിൽ, ഇഹലോകത്ത് നിങ്ങളുടെ മിത്രങ്ങൾ, ഞങ്ങൾ തന്നെയാണ് പരലോകത്തും നിങ്ങളുടെ കൂട്ടുകാർ. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും സാക്ഷാത്കരിക്കാൻ പോകുന്ന പരലോകമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന മുഴുവനും ആ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾ ദേഹേച്ഛയിൽ നിന്നും അകന്നുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ജനതയാണ്. അതുകൊണ്ട് റബ്ബിന്റെ സൽക്കാരമാണ് പരലോകത്ത് നാഥൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ മാർഗത്തിൽ പതറാതെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. ഇസ്ലാമിൽ എനിക്ക് താങ്കൾ പ്രവാചകരെ ഒരു വാക്ക് പറഞ്ഞു തരണം, വേറൊരാൾക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള ഏറ്റവും ഗുണകരമായൊരു വാക്ക് എനിക്ക് പറഞ്ഞു തരണം എന്നൊരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം. നീ ആമൻതു ബില്ലാഹി എന്ന് പറയണം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയണം. എന്നിട്ട് സത്യമാർഗത്തിൽ പതറാതെ നീ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർ സഹോദരങ്ങളെ, നമുക്കറിയാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാം തന്നെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഫലസ്തീൻ മക്കൾ ലോകത്തിന് മുമ്പിലുണ്ട്, അവരെ നമുക്ക് മറന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ചും റമളാനിൽ നമ്മൾ അവരെ ഏറെ ഓർക്കണം. അല്ലാഹു അവരുടെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആവശ്യമായ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മതിയായ മരുന്ന് പോലും ഇല്ലാതെയാണ് അവരിൽ പലരും റമളാനിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ റമളാൻ അവർ വരവേറ്റിട്ടുള്ളത് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് സഹോദരങ്ങൾ. വലിയ പരീക്ഷണങ്ങൾ അന്തർദേശീയ തലത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. ദേശീയ തലത്തിലും ഇസ്ലാമിക ഉമ്മത്ത് വലിയ പരീക്ഷണങ്ങൾ, ഇന്ത്യയിൽ മുസ്ലിങ്ങളും പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി സഹോദരങ്ങളെ, വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കി. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്, ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിരപരാധികളായ എത്രയോ മനുഷ്യർ ഇന്നും രാജ്യത്തിന്റെ ജയിലറകളിൽ അവരുടെ അനിവാര്യമായ വിചാരണ പോലും നടക്കാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിനെല്ലാം ഇരയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് സഹോദരങ്ങളെ മുസ്ലിങ്ങളാണ്. എന്നിട്ടും താൽക്കാലികമായ നേട്ടങ്ങൾക്കും കാര്യലാഭങ്ങൾക്കും വേണ്ടി ചില ശൈഖുനമാരും മൗലാനമാരും പറയുന്ന വിരോധാഭാസം കൂടി ഇവിടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ രാജ്യത്ത് പൂർണ്ണമായും സുരക്ഷിതരാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ പ്രസ്താവന ശരിയായ പ്രസ്താവനയാവുക? തീർച്ചയായും നമ്മളെല്ലാം തിരിച്ചറിയുന്നു, രാജ്യത്തെ ഒരു പ്രാഥമികമായിട്ട് എല്ലാ മുസ്ലിങ്ങളും എന്ന് മാത്രമല്ല, രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിവോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ചില ആളുകൾ ഒരു പ്രശ്നവും ഇവിടെ അഭിമുഖീകരിക്കുന്നില്ല. പൂർണ്ണമായ സുരക്ഷയാണ് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തുള്ളത് എന്ന് പറയാണ് സഹോദരങ്ങളെ. മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ഭരണകൂടങ്ങളെയും രാഷ്ട്ര നേതാക്കളെയും ബോധ്യപ്പെടുത്തുക എന്നതാവണം നമ്മുടെ പണ്ഡിത ധർമ്മം എന്ന് പറയുന്നത്. അതല്ലാതെ ഭരണകൂടങ്ങളിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. അതോടൊപ്പം തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായ ഈമാനികമായ കരുത്ത് നേടണം. അതിനാണ് റമളാൻ. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കാൻ, മറ്റാരെയും ഭയപ്പെടാതെ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് റമളാൻ. ഇന്നമാ ദാലികും അശ്ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു പറയാണ്, ഇന്നമാ ദാലികും അശ്ശൈത്വാൻ, നിങ്ങൾ മനസ്സിലാക്കണം, പിശാചുണ്ടല്ലോ, യുഖവ്വിഫു ഔലിയാഅഹു, പിശാചാണ് പിശാചിന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, പിശാചിന്റെ ഭയപ്പെടുത്തൽ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോവരുത്. പിശാചിനെ കണ്ട്, പിശാചിന്റെ മിത്രങ്ങളെ കണ്ട് നിങ്ങൾ പേടിച്ചു പോവരുത്. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. അള്ളാഹു പറയാൻ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണേ. സഹോദരങ്ങളെ, അള്ളാഹു പറയാൻ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഈമാൻ കരുത്താർജിക്കണം. സഹോദരങ്ങളെ, അതിനു വേണ്ടിയാണ് റമളാൻ. റമളാന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ റമളാന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ഇക്കാലത്ത് ഉന്നി പറയേണ്ടുന്ന 2 റമളാനി ലക്ഷ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്ന് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ്. 2 അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കാനുള്ള ഈമാൻ നേടുക എന്നുള്ളതാണ്. റമളാനാവുന്ന പാഠശാലയിൽ നിന്ന് നമുക്കത് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഈ കഴിഞ്ഞു പോകുന്ന 1 മാസക്കാലത്തെ റമളാനാവുന്ന മദ്രസയിൽ നിന്ന് നമുക്ക് ആ പരിശീലനം നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, മേൽപ്പറഞ്ഞ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കാനുള്ള ഈമാനും നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മറ്റൊരു പാഠശാലയിൽ നിന്നും നമുക്കത് ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് റമളാനെ നന്നായി പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് റമളാന്റെ സ്നേഹവും കാരുണ്യവുമെല്ലാം അനുഭവിക്കാനുള്ള വലിയ അവസരങ്ങൾ നാം തന്നെ ഒരുക്കി കൊടുക്കണം. നമുക്കറിയാം രാജ്യത്തിന്റെ അവസ്ഥ. ഒരു മുസ്ലിമിന്റെ കടയിൽ വന്ന ഒരു കൂട്ടം വർഗീയവാദികൾ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ നെഞ്ചുവിരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ചതും നമ്മുടെ സഹോദര സമുദായാംഗങ്ങളിൽപ്പെട്ട ഒരാളാണ്. എന്താണ് നിന്റെ പേര്? മുസ്ലിമിന്റെ കടയിൽ വന്നുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സഹോദര സമുദായാംഗങ്ങളിൽപ്പെട്ട ഒരാൾ കടന്നു വരികയാണ്. അയാളോട് ചോദിക്കുകയാണ് അക്രമികൾ, എന്താണ് നിന്റെ പേര്? നിന്റെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ മുഹമ്മദ് ദീപക്കാണ്. മുഹമ്മദ് ദീപക്കാണെന്ന് പറയാൻ ആ മനുഷ്യൻ ധൈര്യം കാണിച്ചു. അതിനുവേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അയാൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. സഹോദരങ്ങളെ, രാജ്യത്തിന്റെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും നല്ല നല്ല റമളാൻ അനുഭവങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ആളുകൾക്കും നല്ല നല്ല റമളാൻ അനുഭവങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സൗഹൃദ ഇഫ്താറുകളിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് സ്നേഹവും സഹാനുഭൂതിയും പങ്കുവെക്കുക. സഹോദരങ്ങളെ, അവരോട് നല്ല നിലയിൽ ഇടപഴകുക. റമളാന്റെ സ്വഭാവ മൂല്യങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുക. ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി റമളാനെ പ്രയോജനപ്പെടുത്താൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. നമുക്കറിയാം, നമ്മൾ കാണുന്നത് പോലെ നമ്മൾ മസ്ജിദിൻ്റെ വികസനത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ അകത്തെ പള്ളിയിൽ അതിൻ്റെ ശരിയായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ച ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ വികസനം അതിൻ്റെ ഒരു ഘട്ടത്തിൽ പൂർത്തീകരിക്കുവാൻ, അതല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധ്യമായിരിക്കുന്നു. ഇനിയും നമുക്ക് വികസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സഹോദരങ്ങളെ, ഈ വികസനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഈ വികസനത്തിൻ്റെ പിന്നിൽ പ്രത്യേകമായ ഒരു കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ പരിപാലന സമിതി, അതുപോലെ തന്നെ അതിനെല്ലാം ഉപരിയായി ഈ പരിപാടി, ഈ വികസനത്തോട് വിശ്വാസികൾ മഹല്ലുകൾ വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, അതുപോലെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ആളുകളും, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും, അതുപോലെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ആളുകളും വിവിധങ്ങളായിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ വികസനത്തെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരെ ഈ വികസനത്തിന് വേണ്ടി സഹായിക്കുമ്പോൾ, സംഭാവനകൾ അർപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, അവരുടെ മരണപ്പെട്ടു പോയ അവരുടെ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ, അവർക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി അവർ നിയ്യത്ത് വെച്ചിട്ടുണ്ടാവും. അല്ലാഹു തആല മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതത്തിലേക്ക് കൂടി ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എന്തൊക്കെ സതുദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരുന്നോ ഈ വികസന പ്രവർത്തനത്തെ നമ്മൾ ഓരോരുത്തരും പിന്തുണച്ചത്, അല്ലാഹു തആല സതുദ്ദേശങ്ങളെ എല്ലാം നമ്മിൽ നിന്ന് സഫലീകരിച്ച് തരുമാറാവട്ടെ, നമുക്ക് സാക്ഷാത്കരിച്ച് തരുമാറാവട്ടെ. സഹോദരങ്ങളെ, അതാണ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി റമളാനിന് ശേഷം വികസനം അത് വീണ്ടും അത് തുടരുന്നതാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ റമളാൻ കഞ്ഞിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയണം, നമ്മുടെ ഈ പാളയം ജുമാ മസ്ജിദിൽ വന്നുകൊണ്ട് നോമ്പ് തുറന്നുകൊണ്ട് പോകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഉദാരമായിട്ട് റമളാൻ കഞ്ഞിക്ക് വേണ്ടി പ്രത്യേകമായി സംഭാവനകൾ അർപ്പിക്കണം. ഒരു ദിവസത്തെ വിഹിതമായി 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അത് കൊടുക്കാം. ഇനി 10,000 രൂപ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് സാധ്യമായതെന്തോ ആ സാധ്യമായ സംഭാവന നമ്മുടെ നോമ്പ് കഞ്ഞിയിലേക്കും എല്ലാവരും അർപ്പിക്കണം. അല്ലാഹു തആല അതിലേക്ക് നമ്മൾ എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ നാം സംഭാവന അർപ്പിക്കുന്നത്, ആ സംഭാവനയെ, അതല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ സഹോദരങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സക്കാത്തിൻ്റെ ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സക്കാത്ത് ശേഖരണവുമായി ബന്ധപ്പെട്ട ഓർമ്മകളും സഹോദരങ്ങളെ, അതിന് സാധാരണഗതിയിൽ ഇവിടെ നൽകുന്ന ആളുകളും, അതുപോലെ തന്നെ നമുക്കറിയാം വ്യവസ്ഥാപിതമായി സംഘടിതമായി സക്കാത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ സക്കാത്ത് നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അർഹരായ ആളുകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് സക്കാത്ത് ശേഖരണ സന്ദർഭത്തിൽ അതുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.
അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗദുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി സജ്ജനങ്ങളാക്കി സ്വാലിഹാത്തുകളാക്കി അള്ളാഹു തആല മാറ്റുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മുടെ പിരടികളെ അള്ളാഹു പൂർണ്ണമായും വിമോചിപ്പിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അവശതകളിൽ നിന്നും അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഖുദ്സിന് നീ സമ്പൂർണ്ണമായ വിമോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, റമളാനും ഖുർആനും ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, റമളാനും ഖുർആനും ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ നിന്ന് പടച്ച തമ്പുരാനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, റമളാന്റെ ചൈതന്യത്തെ പൂർണ്ണമായി തന്നെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, അള്ളാഹുവേ, ഞങ്ങളുടെ സംഭാവനകൾ എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ വിവിധ സംരംഭങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നത്, ആ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും നീ സാക്ഷാത്കരിച്ച് തരണമേ നാഥ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. എന്ന് നിന്നെ വിളിക്കാൻ ലോകത്ത് കൂടാനകൂടി അടിമകൾ, ദാസന്മാർ, സൃഷ്ടിജാലങ്ങൾ നിനക്കൊണ്ട്. പടച്ചവരെ, ഞങ്ങൾക്ക് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, നാഥനായി, റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലെ ഓരോ ഉദ്ദേശങ്ങളും പടച്ച തമ്പുരാനെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. ഞങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് പോലും ഒരുപക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണം എന്നില്ല. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ ഹലാലായ മുറാദുകളാണെങ്കിൽ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ, ഞങ്ങളുടെ മനസ്സിലുള്ള ഇംഗിതങ്ങളെ പടച്ച തമ്പുരാനെ നീ പൂർത്തീകരിച്ച് തരേണമേ നാഥ. അല്ലാഹുമ്മ റദ്ദ അൻ നബി ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.